ഞാൻ ഇന്ന് ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയ കഥ പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു വെക്കേഷന് എൻ്റെ അങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പോയി കേട്ടോ. അപ്പൊ അന്ന് ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അമ്മായി ഒക്കെ പുറത്തുപോയി, ഒരു കാര്യമായിട്ട് പുറത്തുപോയി. അപ്പൊ ഞാനും എൻ്റെ കസിനും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ചപ്പാത്തി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് രണ്ടാക്കും അങ്ങനെ കുക്കിങ്ങിനെ പറ്റിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ ഇന്ന് ചപ്പാത്തി പരത്തി കൊടുക്കും, മൂത്തുമക്കൊക്കെ ചപ്പാത്തി പരത്തി കൊടുക്കുമായിരുന്നു. അതിൽ ഞാനാണ് എക്സ്പേർട്ട്. അപ്പൊ തമ്മി ഭേദം ഞാൻ തന്നെ, എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഞാൻ തന്നെ എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇത് കൂടുതൽ ഉണ്ടാക്കണ കണ്ട് പഠിച്ചതാണല്ലോ. ഞങ്ങൾ അടിപൊളിയായിട്ട് ഇങ്ങനെ മാവൊക്കെ കുഴച്ചു, ചപ്പാത്തിയൊക്കെ പരത്തി സൂപ്പറായിട്ട് ഉണ്ടാക്കി. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ ഉപ്പിടണമെന്ന്. ഞങ്ങൾ കണ്ടിട്ടില്ല ചപ്പാത്തി മാവ് കുഴക്കണത് ഉപ്പിട്ട് കണ്ടിട്ടില്ല. കാരണം കുഴച്ച് തുടങ്ങുന്നതിന് ശേഷം തൊട്ടാണ് ഞാൻ കണ്ടേക്കണത് എപ്പോഴും. ഞങ്ങൾ അടിപൊളിയായിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അങ്കിളൊക്കെ വന്ന്, എല്ലാവരും വന്നു. ഞങ്ങൾ ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ സെർവ് ചെയ്തു. അപ്പൊ അവർ കഴിച്ചു. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. അതും ആരുടെ ഒരു അഡൽട്ടിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട്, വിതൗട്ട് എനി സപ്പോർട്ട് ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആക്കി ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങളോട് ചോദിച്ചു എങ്ങനെയുണ്ട് ചപ്പാത്തി, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങള് പറഞ്ഞു നല്ല സോഫ്റ്റ് ആണ്, റൗണ്ടിൽ വന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ ഇരുന്നു. ഞങ്ങൾ കഴിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ചപ്പാത്തിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടത്. അപ്പൊ അമ്മായി പറഞ്ഞു തന്നു ഉപ്പില്ല എന്ന് പറയാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ഉപ്പിടണമായിരുന്നോ എന്നുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ റിയലൈസ് ചെയ്യണത് ഉപ്പിടണം എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അന്ന് അങ്കിളിന് വേണമെങ്കിൽ എന്താ ഇത് ഉപ്പില്ല, വായിൽ വെക്കാൻ കൊള്ളൂല എന്ന് പറയായിരുന്നു. പക്ഷെ അങ്കിളന്ന് കൂടുതലും അതിന്റെ നല്ല കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയായിരുന്നു സെക്കൻഡ് ടൈം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുണ്ടായിരുന്ന ഒരു മോട്ടിവേഷൻ. സെക്കൻഡ് ടൈം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഉപ്പിടാൻ മറന്നിട്ടുമില്ല. അപ്പോൾ ആ ഒരു അപ്രിസിയേഷൻ തന്നെയായിരുന്നു പിന്നീട് പലപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുട്ടികളിപ്പം ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവർ മിസ്റ്റേക്സ് ഉണ്ടാക്കുമല്ലേ, കാരണം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരൊരു കാര്യം ചെയ്ത് നമ്മളടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അവരുടെ ആ വർക്കിന്റെ നല്ല സൈഡ് എടുത്ത് പറയാം, അല്ലെങ്കിൽ അവരുടെ എഫേർട്ടിനെ ഫോക്കസ് ചെയ്ത് പറയാം. അതല്ലെങ്കിൽ അത് കൊള്ളൂലായിരുന്നു എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്കിളിന് വേണമെങ്കിൽ ചപ്പാത്തിക്ക് ഉപ്പില്ലായിരുന്നു എന്ന് പറയാം. പക്ഷെ ഞങ്ങളുടെ എഫേർട്ടാണ് പുള്ളി അന്നേരം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Kring, fulfilling parenting dreams.